വാണിജ്യവും സാമ്രാജ്യവും ആഗോള മതങ്ങളും ചേർന്ന് സകല ഭൂഖണ്ഡങ്ങളിലെയും സായിപ്പന്മാരെ ക്രമേണ നമ്മൾ ഇന്ന് പാർക്കുന്ന ഏകലോകത്തിലേക്ക് ആനയിച്ചു. വികാസത്തിൻ്റെയും ഏകീകരണത്തിൻ്റെയുമായ ഈ പ്രക്രിയ നേർരേഖയിൽ തടസ്സരഹിതമായി പുരോഗമിക്കുകയായിരുന്നു എന്ന് കരുതരുത്. വിശാലമായി കാണുകയാണെങ്കിൽ നിരവധി ചെറിയ സംസ്കാരങ്ങളിൽ നിന്നും വലിയ സംസ്കാരങ്ങളിലേക്കും ഒടുവിൽ ഇന്ന് കാണപ്പെടുന്ന ഏകലോക സമൂഹത്തിലേക്കുള്ള ഈ പരിവർത്തനം മാനവ ചരിത്രത്തിൻ്റെ ചലനാത്മകതയുടെ പരിണിതി തന്നെയാണ്. ആഗോള സമൂഹത്തിലേക്കുള്ള പരിവർത്തനം ഒഴിവാക്കപ്പെടാനാവാത്തതായിരുന്നു എന്ന് പറയുന്നതും അന്തിമമായി ഇന്ന് കാണപ്പെടുന്ന സവിശേഷ ലോകം രൂപപ്പെടുമായിരുന്നു എന്ന് പറയുന്നതും ഒരേ കാര്യമല്ല. മറ്റു വിധത്തിലുള്ള സാധ്യതകളെക്കുറിച്ചും തീർച്ചയായും നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രചാരവും പ്രാമാണികതയും ഡാനിഷ് ഭാഷയ്ക്ക് ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് ഇന്നത്തെ ലോകത്തിൽ 2 ബില്യൺ ക്രൈസ്തവരും 1.25 ബില്യൺ മുസ്ലിങ്ങളും ഉണ്ടായിരിക്കെ സൗരാഷ്ട്രീയൻ മതാനുയായികളുടെ എണ്ണം 1.5 ലക്ഷവും മനിക്കേയൻ മതവിശ്വാസികളുടെ എണ്ണം ശൂന്യവും ആയിപ്പോയത്? സമയത്തിലൂടെ 10,000 വർഷം പിന്നോട്ട് പോയി ചരിത്ര പ്രക്രിയയെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനായാൽ എല്ലായ്പ്പോഴും നമുക്ക് ഏകേശ്വര വിശ്വാസത്തിൻ്റെ വളർച്ചയും ദ്വൈതവാദത്തിൻ്റെ തളർച്ചയും മാറ്റമില്ലാതെ ആവർത്തിക്കുമായിരുന്നു. അങ്ങനെയൊരു പരീക്ഷണം പ്രായോഗികമല്ലാത്തതിനാൽ നമുക്ക് അറിയില്ലെന്ന് കൈമലർത്തുകയേ നിർവാഹമുള്ളൂ. എങ്കിലും ചരിത്രത്തിൻ്റെ 2 സുപ്രധാന സവിശേഷതകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമുക്ക് ചില സൂചനകൾ ലഭിച്ചേക്കാം.